നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങളെപ്പറ്റി ഒന്നാലോചിച്ചു നോക്കൂ. ഈ കയ്യിലിരിക്കുന്ന ഫോൺ അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്, ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് കെമിക്കൽ പ്രോസസ്സുകളുണ്ട്. പക്ഷേ ഈ പ്രോസസ്സുകളൊക്കെ പരിസ്ഥിതിക്ക് ഒരു ദോഷവും വരുത്താതെ നല്ല ക്ലീനായിട്ട് ചെയ്യാൻ പറ്റിയാലോ? അങ്ങനെ ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ്. ഈയൊരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ ക്ലീൻ സയൻസിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം. നമ്മുടെ ഭക്ഷണം, മരുന്ന്, വസ്ത്രം, എന്തിനേറെ നമ്മുടെ ഫോണിലുള്ള കെമിക്കൽസ് പോലും പരിസ്ഥിതിയെ ദ്രോഹിക്കാതെ ഉണ്ടാക്കാൻ പറ്റുമോ? ഈയൊരു വലിയ വെല്ലുവിളിയാണ് അവരേറ്റെടുത്തിരിക്കുന്നത്. അവർ ഫോക്കസ് ചെയ്യുന്ന ഈ മേഖലയുടെ പേരാണ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ്. പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമായി തോന്നുമെങ്കിലും സിമ്പിളായി പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന് അതിന്റെ ആ ഒരു പ്രത്യേക ഗുണം കൊടുക്കുന്ന മാന്ത്രിക ചേരുവകളാണിത്. വളരെ കുറച്ചു മതി, പക്ഷെ അതിന്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അപ്പോ എന്തുകൊണ്ടാണ് ഈ കമ്പനി മറ്റുള്ളവരിൽ നിന്ന് ഇത്ര വ്യത്യസ്തമാകുന്നത്? അതിന്റെ ഉത്തരം അവരുടെ ദൗത്യത്തിൽ തന്നെയുണ്ട്. ഇത് വെറും ഒരു ബിസിനസ് പ്ലാനല്ല, അവരുടെ ഓരോ ചുവടുവെപ്പിന്റെയും അടിത്തറയാണ്. അവരുടെ വെബ്സൈറ്റിൽ കാണുന്ന ഈയൊരു വാചകം മാത്രം മതി അവരുടെ ലക്ഷ്യമെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ. ഇതൊരു വെറും പരസ്യവാചകമല്ല, അവരുടെ ഓരോ തീരുമാനങ്ങളെയും നയിക്കുന്ന ഒരു വഴികാട്ടിയാണ്. അപ്പോ അവരുടെ ഈ ക്ലീൻ രീതി എങ്ങനെയാണ് സാധാരണ രീതികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതെന്ന് നോക്കൂ. ഇടതുവശത്ത് കാണുന്നത് പോലെ പഴയ രീതികളിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. എന്നാൽ ക്ലീൻ സയൻസ് ഫോക്കസ് ചെയ്യുന്നത് ആറ്റം എക്കണോമി എന്ന ആശയത്തിലാണ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മളൊരു കേക്ക് ഉണ്ടാക്കാനെടുക്കുന്ന സാധനങ്ങൾ ഒന്നും പാഴാക്കാതെ മുഴുവനായും കേക്കിൽ തന്നെ ഉപയോഗിക്കുന്നത് പോലെ. അതുപോലെ ഒരു രാസപ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന ഓരോ അണുവും വേസ്റ്റാക്കാതെ പ്രോഡക്റ്റിന്റെ ഭാഗമാക്കി മാറ്റുന്നു. ഇതിനായി അവർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കാറ്റലിറ്റിക് പ്രോസസ്സുകളാണ് ഉപയോഗിക്കുന്നത്. പരിസ്ഥിതിയോട് ഇത്രയും വലിയൊരു കമ്മിറ്റ്മെന്റ് കാണിക്കണമെങ്കിൽ കമ്പനിയുടെ അടിത്തറ അത്രയ്ക്കും സ്ട്രോങ് ആയിരിക്കണം, അല്ലേ? സത്യസന്ധത, സുരക്ഷ, മികവ്, ഈ കാണുന്ന മൂല്യങ്ങളാണ് അവരുടെ ആ ക്ലീൻ മിഷന് ശക്തി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തുകൊണ്ട് എന്ന് കണ്ടു. ഇനി അവരത് എങ്ങനെ സാധിക്കുന്നു എന്ന് നോക്കാം, അല്ലേ? എങ്ങനെയാണ് ക്ലീൻ സയൻസ് ഈ പരിസ്ഥിതി സൗഹൃദ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത്? അപ്പോ എങ്ങനെയാണ് അവർക്കിത് സാധിക്കുന്നത്? അതിന്റെ രഹസ്യം ഇതാണ്. അവരുടെ ടെക്നോളജിയൊന്നും പുറത്തുനിന്ന് വാങ്ങുന്നതല്ല. എല്ലാം സ്വന്തം റീസർച്ച് ടീം തുടർച്ചയായി വികസിപ്പിച്ചെടുക്കുന്നതാണ്. ഇന്നൊവേഷൻ എന്ന് പറയുന്നത് അവരുടെ DNA-യുടെ ഒരു ഭാഗമാണ്. അവരുടെ ഈ ഇന്നൊവേഷൻ സൈക്കിൾ വളരെ ചിട്ടയായ ഒന്നാണ്. വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം ലോക മാർക്കറ്റിന് എന്താണ് വേണ്ടതെന്ന് പഠിക്കും. പിന്നെ സ്വന്തം ലാബുകളിൽ അതിനുള്ള ഏറ്റവും ക്ലീനായ ഒരു വഴി കണ്ടുപിടിക്കും. അതിനുശേഷം ആ പ്രോസസ്സ് വലിയ അളവിലുണ്ടാക്കാൻ പറ്റുമോ എന്ന് ഉറപ്പുവരുത്തും. എന്നിട്ടേ ഉൽപ്പാദനം തുടങ്ങും. ഇതൊരു കംപ്ലീറ്റ് സൈക്കിളാണ്. ഈ കമ്പനിയെ മുന്നോട്ടു നയിക്കുന്നത് വെറും ബിസിനസ്സുകാരല്ല, ടെക്നോക്രാറ്റുകളാണ്. അതായത് ടെക്നോളജിയിൽ നല്ല അറിവും കഴിവുമുള്ള ആളുകൾ. അതുകൊണ്ടുതന്നെ ടെക്നിക്കൽ മികവിനും അതുപോലെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് എപ്പോഴും സാധിക്കുന്നു. ശരി, നമ്മൾ എന്തുകൊണ്ട്, എങ്ങനെയെന്നുമൊക്കെ കണ്ടു. ഇനി അവർ ശരിക്കും എന്താണ് ഉണ്ടാക്കുന്നതെന്നും അതൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നും നോക്കിയാലോ? അവരുടെ പ്രോഡക്റ്റുകളെ പ്രധാനമായും മൂന്നായിട്ട് തിരിക്കാം. 1. പെർഫോമൻസ് കെമിക്കൽസ്, അതായത് മറ്റ് ഉൽപ്പന്നങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നവ. 2. ഫാർമ, അഗ്രോ ഇന്റർമീഡിയറ്റ്സ്, മരുന്നും വളവുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ട ഘടകങ്ങൾ. പിന്നെ മൂന്നാമത്തേത് FMCG കെമിക്കൽസ്, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സോപ്പിലും ഷാംപൂവിലുമൊക്കെ കാണുന്ന ചേരുവകൾ. ഈ സ്ലൈഡ് നോക്കിയാൽ മനസ്സിലാകും അവരുടെ സ്വാധീനം എത്രത്തോളം വലുതാണെന്ന്. കൃഷി, ഭക്ഷണം, മരുന്ന്, പ്ലാസ്റ്റിക്, അങ്ങനെ നമ്മുടെ ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള ഒരുപാട് ഇൻഡസ്ട്രികൾക്ക് വേണ്ട കെമിക്കൽസ് ഇവർ നൽകുന്നുണ്ട്. ഇവരുടെ കഴിവ് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഉദാഹരണം മതി. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വെയിലേറ്റ് നശിച്ചു പോകാതെ സംരക്ഷിക്കുന്ന HALS എന്നൊരു കെമിക്കലുണ്ട്. അത് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ചത് ക്ലീൻ സയൻസ് ആണ്. ഇത് തന്നെ അവരുടെ റിസർച്ച് ടീമിന്റെ മികവ് എത്രത്തോളമുണ്ടെന്ന് കാണിക്കുന്നു. അവസാനമായി അവരുടെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയിലേക്ക് ഒന്ന് നോക്കാം. ഇതൊരു ചെറിയ പ്രാദേശിക കമ്പനിയല്ല എന്ന് ഇപ്പത്തന്നെ വ്യക്തമായിട്ടുണ്ടാകും. ഇതൊരു ചെറിയ കാര്യമല്ല. അവർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ചില കെമിക്കൽസിന്റെ കാര്യത്തിൽ ക്ലീൻ സയൻസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉൽപ്പാദകരിലൊരാളാണ്. ഇതവരുടെ ഗ്ലോബൽ റീച്ച് എത്ര വലുതാണെന്ന് കാണിക്കുന്നു. ലോകത്ത് എത്ര സ്ഥലങ്ങളിൽ അവരുടെ സാന്നിധ്യമുണ്ടെന്നറിയാമോ? ഉത്തരം ഈ സംഖ്യയാണ്: 30. അതെ,
30. ലോകമെമ്പാടുമുള്ള 30 ലൊക്കേഷനുകളിൽ അവർക്ക് ശക്തമായൊരു കസ്റ്റമർ നെറ്റ്വർക്കുണ്ട്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ കമ്പനി എന്നതിലുപരി ഒരു യഥാർത്ഥ ഗ്ലോബൽ പ്ലെയറാണ്. അപ്പം നമ്മൾ അവസാനം ഈ ചോദ്യത്തിലാണ് എത്തിനിൽക്കുന്നത്. ലോകം മുഴുവൻ കൂടുതൽ സുസ്ഥിരമായ നിർമ്മാണ രീതികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊരു സാഹചര്യത്തിൽ ക്ലീൻ സയൻസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ശുദ്ധമായ രസതന്ത്രം ഇൻഡസ്ട്രിയുടെ പുതിയൊരു സ്റ്റാൻഡേർഡായി മാറുമോ? ഒരുപക്ഷേ നമ്മുടെ എല്ലാം ഭാവി കുറച്ചുകൂടി ക്ലീൻ ആയിരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ്. അവരുടെ ബോർഡ് മീറ്റിംഗ് 2025 ജൂലൈ 17 കഴിഞ്ഞു. അപ്പോൾ അതിലെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്തെടുക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വലിയ കമ്പനി ഒരു മീറ്റിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞ് ഒരു വലിയ ഡോക്യുമെന്റ് ഇറക്കുന്നു. അതിൽ നിറയെ നമ്പറുകളും നിയമപരമായ വാക്കുകളും. ഇതിൽ നിന്ന് നമുക്ക് സാധാരണക്കാർക്ക് എന്താണ് ശരിക്കും അറിയേണ്ടത്? അതാണ് നമ്മളിന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ശരി, അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം. വെറുതെ വലിച്ചു നീടുന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ലൈനുകൾ ആദ്യം. അപ്പോ ഇതാണ് ആ 3 പ്രധാന കാര്യങ്ങൾ. ഒന്നാമത്തേത് ഈ കഴിഞ്ഞ ക്വാർട്ടറിലെ അവരുടെ സാമ്പത്തിക ഫലങ്ങൾ. രണ്ടാമത്തേത് അവരുടെ അടുത്ത വാർഷിക പൊതുയോഗം, അതായത് AGM, എന്നായിരിക്കുമെന്ന് തീരുമാനിച്ചു. പിന്നെ മൂന്നാമത്തേത്, ഇത് ഷെയർഹോൾഡേഴ്സിന് സന്തോഷമുള്ള കാര്യമാണ്, ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് ഇതിൽ ഓരോന്നിലേക്കും കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒരു കമ്പനിയുടെ സാമ്പത്തിക റിപ്പോർട്ടെന്ന് പറയുന്നത് അതിന്റെ ഹെൽത്ത് റിപ്പോർട്ട് പോലെയാണ്. കമ്പനി ആരോഗ്യത്തോടെയാണോ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ക്ലീൻ സയൻസിന്റെ ഈ ഒരു റിപ്പോർട്ട് കാർഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ടോപ്പ് ലൈൻ, അതായത് വരുമാനം നോക്കാം. 2025 ജൂൺ 30 അവസാനിച്ച ആ ക്വാർട്ടറല്ലേ, ആ കാലയളവിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 2428.69 ദശലക്ഷം രൂപയാണ്. ലളിതമായി പറഞ്ഞാൽ ഇതാണ് അവരുടെ മൊത്തം വിൽപ്പന. വിൽപ്പനയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ലാഭത്തിന്റെ കാര്യം നോക്കാം. എല്ലാ ചിലവുകളും ടാക്സുമൊക്കെ കൊടുത്തു കഴിഞ്ഞ് കമ്പനിയുടെ കയ്യിൽ ബാക്കി വന്നത്, അതായത് അറ്റാദായം 707.63 ദശലക്ഷം രൂപയാണ്. ഇതാണ് കമ്പനിയുടെ യഥാർത്ഥ പ്രോഫിറ്റ്. ഓക്കെ, അപ്പം നമുക്ക് 2 നമ്പറുകൾ കിട്ടി. പക്ഷേ ഈ നമ്പറുകൾക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വലിയ അർത്ഥമൊന്നുമില്ല അല്ലേ? ഇത് നല്ലതാണോ മോശമാണോ എന്നറിയണമെങ്കിൽ നമ്മൾ ഇതിനെ പഴയ കണക്കുകളുമായി ഒന്ന് താരതമ്യം ചെയ്യണം, ശരിയല്ലേ? ഇപ്പോ ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. ഇവിടെയാണ് ശരിക്കും കഥയിരിക്കുന്നത്. ഈ വർഷത്തെ ആദ്യ ക്വാർട്ടറിലെ, അതായത് ജൂൺ 30 അവസാനിച്ച ക്വാർട്ടറിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വരുമാനം 2428 ദശലക്ഷവും ലാഭം 700 ദശലക്ഷവുമാണ്. തൊട്ട് മുമ്പത്തെ ക്വാർട്ടറുമായി, അതായത് മാർച്ച് 31 കണക്കുമായി നോക്കുമ്പോൾ ഒരു ചെറിയ കുറവുണ്ട്. പക്ഷേ ഇവിടെയാണ് രസം. കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ കണക്കുകൾ നോക്കൂ. അന്ന് വരുമാനം 2240 ദശലക്ഷവും ലാഭം 659 ദശലക്ഷവുമായിരുന്നു. അപ്പോൾ വർഷാവർഷം നോക്കുമ്പോൾ കമ്പനിക്ക് നല്ല വളർച്ചയുണ്ട്. ഇത് വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. ഓക്കെ, കണക്കുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങളൊരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ നിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഡിവിഡൻഡ്, AGM, അതിന്റെ ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഡേറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് നിങ്ങളൊരു നിക്ഷേപകനാണെങ്കിൽ. ശ്രദ്ധിച്ചു കേൾക്കണം. സെപ്റ്റംബർ 4 റെക്കോർഡ് ഡേറ്റ്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 4 നിങ്ങളുടെ പേരിൽ ഈ കമ്പനിയുടെ ഷെയർ ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ സെപ്റ്റംബർ 5 മുതൽ 11 വരെ ബുക്ക് ക്ലോഷറാണ്. ആ സമയത്ത് കമ്പനി ആർക്കൊക്കെ ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ള ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യും. സെപ്റ്റംബർ 11 അവരുടെ 22ാമത് വാർഷിക പൊതുയോഗം. അവസാനം നിങ്ങൾക്ക് പണം കയ്യിൽ കിട്ടുന്ന ദിവസം, അതായത് ഡിവിഡൻഡ് പേ ചെയ്യുന്ന ദിവസം സെപ്റ്റംബർ 26. ഒരു ചോദ്യം വരാം. ഈ കമ്പനി പറയുന്ന കണക്കുകളൊക്കെ നമുക്ക് അപ്പാടെ വിശ്വസിക്കാൻ പറ്റുമോ? അവിടെയാണ് ഒരു സ്വതന്ത്ര ഓഡിറ്ററുടെ പങ്ക് വരുന്നത്. ഈ കണക്കുകൾ ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് അവരാണ്. ഇവിടെ ഓഡിറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വാട്ടർഹൌസ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് LLP ആണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പേരാണ്, PwC. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയതും വിശ്വസനീയവുമായ ഓഡിറ്റിംഗ് സ്ഥാപനങ്ങളിലൊന്നാണ്. അപ്പോൾ അവരുടെ പേര് കാണുന്നത് തന്നെ ഈ റിപ്പോർട്ടിനൊരു പ്രത്യേക വിശ്വാസ്യത നൽകുന്നുണ്ട്. ഇനി അവരുടെ റിപ്പോർട്ടിലെ ഈ ഒരു വാചകം നോക്കൂ. ഇത് വായിക്കുമ്പോൾ കുറച്ച് സങ്കീർണമായി തോന്നാം.
റിപ്പോർട്ടിൽ എന്തെങ്കിലും കാര്യമായ തെറ്റുകൾ ഉണ്ടെന്ന് ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ തക്ക ഒന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന്. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. ഞങ്ങളെല്ലാം പരിശോധിച്ചു, കാര്യമായ ഒരു പ്രശ്നവും കണ്ടില്ല, കണക്കുകളെല്ലാം ശരിയാണ്. ഇതൊരു ക്ലീൻ ചിറ്റാണ്, നല്ലൊരു റിപ്പോർട്ടാണ് എന്നർത്ഥം. റിപ്പോർട്ടിൽ നിങ്ങൾ കാണുന്നൊരു വാക്കാണ് ലിമിറ്റഡ് റിവ്യൂ. എന്താണിത്? ഇതൊരു ഫുൾ ഓഡിറ്റ് അല്ല. വർഷാവസാനം നടത്തുന്ന ഫുൾ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു വീട് മൊത്തം അരിച്ചുപെറുക്കി പരിശോധിക്കുന്ന പോലെയാണ്. എന്നാൽ ലിമിറ്റഡ് റിവ്യൂ എന്ന് പറയുന്നത് ഓരോ 3 മാസം കൂടുമ്പോഴും നടത്തുന്ന ഒരു ഹെൽത്ത് ചെക്കപ്പ് പോലെയാണ്. കാര്യമായ പ്രശ്നങ്ങൾ വല്ലതുമുണ്ടോ എന്ന് പെട്ടെന്ന് നോക്കി ഉറപ്പുവരുത്തുന്നു. ക്വാർട്ടർലി റിപ്പോർട്ടുകൾക്ക് ഇത് സാധാരണയായി ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 2 സെറ്റ് കണക്കുകളുണ്ട്. ഒന്ന് സ്റ്റാൻഡ് അലോൺ, മറ്റൊന്ന് കൺസോളിഡേറ്റഡ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. സ്റ്റാൻഡ് അലോൺ ഫലങ്ങൾ എന്ന് പറഞ്ഞാല് കുടുംബത്തിലെ അച്ഛന്റെ മാത്രം വരുമാനം പോലെയാണ്. അതായത് ക്ലീൻ സയൻസ് എന്ന മാതൃകമ്പനിയുടെ മാത്രം പ്രകടനം. എന്നാൽ കൺസോളിഡേറ്റഡ് ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ആ അച്ഛന്റെയും അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ ആശ്രയിച്ചു നിൽക്കുന്ന മറ്റു മക്കളുടെയും എല്ലാവരുടെയും കൂടി വരുമാനം ചേർത്തുള്ള കണക്കാണ്. അതായത് ക്ലീൻ സയൻസിന്റെയും അതിന്റെ എല്ലാ സബ്സിഡിയറി കമ്പനികളുടെയും ഒരുമിച്ചുള്ള പ്രകടനം. ഒരു ബിസിനസിന്റെ മുഴുവൻ ചിത്രം കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും കൺസോളിഡേറ്റഡ് ഫലങ്ങളാണ് നോക്കേണ്ടത്. അപ്പോ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ കുടുംബത്തിൽ ആരൊക്കെയുണ്ടെന്ന് നോക്കൂ. ക്ലീൻ ഫിനോക്യം, ക്ലീൻ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ക്ലീൻ ആരോമാറ്റിക്സ്, ക്ലീൻ ഓർഗാനിക്സ്, ഈ കമ്പനികളുടെ എല്ലാം പ്രകടനം കൂടി ചേർത്താണ് നമ്മൾ നേരത്തെ കണ്ട ആ 2428 ദശലക്ഷം രൂപയുടെ വരുമാനം കണക്കാക്കിയിരിക്കുന്നത്. ശരി, നമ്മളിപ്പോ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ചുരുക്കം എന്താണ്? ഒന്നാമത്തെ കാര്യം പ്രകടനം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കമ്പനി വളരുന്നുണ്ട്, അത് നല്ല സൂചനയാണ്. രണ്ടാമത്തേത് നിക്ഷേപകർക്കുള്ള വിവരങ്ങൾ. EGM, ഡിവിഡന്റ് എന്നിവയുടെ തീയതികളെല്ലാം ഇപ്പോൾ ഉറപ്പായി, നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. മൂന്നാമത്തേത് വിശ്വാസ്യത. ഈ കണക്കുകളെല്ലാം PwC പോലൊരു വലിയ ഓഡിറ്റർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കമ്പനി വളർച്ചയുടെ ട്രാക്കിലാണ്, നിക്ഷേപകർക്ക് വ്യക്തതയുണ്ട്, കണക്കുകൾ വിശ്വസനീയവുമാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കോർപ്പറേറ്റ് റിപ്പോർട്ട് എങ്ങനെ വായിക്കണം, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്തണം എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഈ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളുടെ കാഴ്ചപ്പാടെന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.